ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറ്റലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി, ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഇലോൺ മസ്ക് പറഞ്ഞത് ഇതാണ്: എ ഐ ഈസ് ദ ഫണ്ടമെന്റൽ റിസ്ക് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. കുറച്ച് ആശങ്കാജനകമായ ഒരു വാചകമാണല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. എ ഐ എന്ന വാക്ക് ആദ്യമായി ഫോർമുലേറ്റ് ചെയ്തത് ജോൺ മെക്കാർത്തി എന്ന സയന്റിസ്റ്റാണ്. അദ്ദേഹം ഡാർട്ട്മൗത്ത് കോൺഫറൻസ് എന്ന ഒരു കോൺഫറൻസിൽ വെച്ച് 1956 ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. അദ്ദേഹം എ ഐക്ക് കൊടുത്ത ഡെഫിനേഷൻ ഇതാണ്: സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫ് മേക്കിംഗ് ഇന്റലിജന്റ് മെഷീൻസ്. ബുദ്ധിയുള്ള യന്ത്രങ്ങളെ വികസിപ്പിക്കുവാനുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് എ ഐ എന്നാണ് ജോൺ മെക്കാർത്തി പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോ കാണുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് യൂട്യൂബ് അൽഗോരിതം നിങ്ങൾക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് യൂട്യൂബിന് അറിയാം. അവിടെയും പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഇതാണ് ആ അൽഗോരിതം. റെക്കമെൻഡേഷൻ സിസ്റ്റം എന്ന അൽഗോരിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്തത്. ഇവിടെ നോക്കൂ, ഇത് ഇത്രയും ഫ്രണ്ട്സ് ആണ്. ഇവരെല്ലാം ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആണ്. ഈ പെൺകുട്ടിക്ക് ഈ 3 ബുക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തിന് ഈ 2 ബുക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അദ്ദേഹം ഈ ബുക്ക് വായിച്ചിട്ടില്ല. ഈ ബ്ലാക്ക് ലൈൻ സൂചിപ്പിക്കുന്നത് ഈ 3 ബുക്സ് ഈ കുട്ടി വായിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വായിച്ചിട്ടുള്ള 2 പുസ്തകങ്ങളാണ് ഇത്. ഈ ഡോട്ടഡ് ലൈൻ സൂചിപ്പിക്കുന്നത് മെഷീൻ അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. മെഷീൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ്. നിങ്ങൾ ആമസോണിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ പീപ്പിൾ ഓൾസോ പർച്ചേസ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും. അതായത് നിങ്ങൾക്ക് സജഷൻസ് വരും അല്ലേ, റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതേ ടെക്നിക്ക് വെച്ചിട്ടാണ് മ്യൂച്വൽ ഫ്രണ്ട്സിനെ ഫേസ്ബുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. മ്യൂച്വൽ ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡു യു നോ ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഫ്രണ്ടായിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അത് ഫേസ്ബുക്ക് നിങ്ങൾക്ക് തരുന്നത് റെക്കമെൻഡേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഇദ്ദേഹം വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് ഈ ബ്ലാക്ക് ലൈൻസിൽ കാണിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. ഇദ്ദേഹം വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണിത്. പക്ഷേ ഈ പുസ്തകം മാത്രം ഇദ്ദേഹം വായിച്ചിട്ടില്ല. പക്ഷെ ഇദ്ദേഹം 3 വായിച്ചിട്ടുണ്ടെന്ന് സിസ്റ്റത്തിന് അറിയാം. അങ്ങനെ സിസ്റ്റം അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യുന്ന പുസ്തകമാണ് ഈ റെഡ് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. എ ഐ എന്ന് നമുക്ക് മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മുന്നിൽ വരുന്നത് റോബോട്ടുകളാണല്ലേ. ഇപ്പോൾ കബോർഡ് ക്ലീൻ ചെയ്യുന്ന റോബോട്ട്, അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കുന്ന റോബോട്ട്, വീട് മുഴുവൻ വൃത്തിയാക്കുന്ന റോബോട്ട്, അങ്ങനെയുള്ള റോബോട്ട്. ഇതെല്ലാം അപ്ലിക്കേഷൻസ് ഓഫ് എ ഐ ആണ്, അപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. നിങ്ങൾക്ക് നിറയെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എ ഐയുടെ ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എ ഐ ബേസിക് ആയിട്ട് പ്രവർത്തിക്കുന്നത് 2 ടേംസ് ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ അൽഗോരിതം. അൽഗോരിതം എന്താണെന്ന് വെച്ചാൽ, അൽഗോരിതം എന്നാൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണല്ലേ. നിങ്ങൾ ഫ്ലോ ചാർട്ടുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ചില മെത്തഡോളജീസ് ഉണ്ട് പ്രോബ്ലം സോൾവിങ്ങിനുള്ള. അതാണ് അൽഗോരിതം. അൽഗോരിതത്തിന്റെ കൂടെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഫങ്ഷൻസ്, ഇക്വേഷൻസ്, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് മെഷീൻ ലേണിംഗ് എന്ന കഴിവ് യന്ത്രങ്ങൾക്ക് കിട്ടുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഈ 2 വാക്കുകൾ നിങ്ങൾ നിറയെ കേട്ടിട്ടുണ്ടാവും. ഈ 2 വാക്കുകളും പരസ്പരം വളരെയധികം ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി അച്ചീവ് ചെയ്യാനായി യന്ത്രങ്ങൾക്ക് വേണ്ട ഒരു സ്കില്ലാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് എ മെഷീൻ ടു ലേൺ എന്നാണ്. അതായത് നമ്മൾക്ക് പുസ്തകങ്ങളിൽ നിന്നോ, നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നോ, നമ്മളുടെ ലൈഫിൽ നിന്നോ നമ്മൾ നിറയെ കാര്യങ്ങൾ പഠിക്കുന്നു അല്ലേ. ഹ്യൂമൻ ബീങ്സ് നമ്മൾ നിറയെ കാര്യങ്ങൾ പഠിക്കുന്നു. യന്ത്രങ്ങൾക്ക് ഈ കഴിവില്ല.
ഈ കഴിവ് യന്ത്രങ്ങൾക്ക് കൊടുക്കുന്ന ആ ടെക്നിക്കാണ് മെഷീൻ ലേണിംഗ്. അതായത് മെഷീൻസ് ആർ ഏബിൾ ടു ലേൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് അച്ചീവ് ചെയ്യാനുള്ള ടെക്നീക്സ് ആണ് ഈ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും അൽഗോരിതംസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ചെയ്യാൻ പറ്റുന്നത്. മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി എന്ന ഈ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ ചിത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രണ്ട് പിക്ചേഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ചിട്ടി ദ റോബോട്ട് ആണ്, റൈറ്റ് സൈഡിൽ സോഫിയ. ചിട്ടി ഒരു സാങ്കല്പിക കഥാപാത്രമാണ്, രജനീകാന്തിന്റെ ഹ്യൂമനോയിഡ് റോബോട്ട് അല്ലേ? വളരെയധികം കഴിവുകളും സൂപ്പർ നാച്ചുറൽ സ്കിൽസുമുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് ചിട്ടി. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ന്യൂസിൽ സൗദി അറേബ്യ സിറ്റിസൺഷിപ്പ് കൊടുത്ത ഫസ്റ്റ് റോബോട്ടാണ് സോഫിയ. ഇപ്പൊ സോഫിയ നമ്മൾ റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റോബോട്ടാണ്. അതിന് നിറയെ പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ സോഫിയ വളരെ ഇന്റലിജന്റ് ആണ്. അതിന് ചിന്തിച്ച് ആൻസേഴ്സ് പറയാനുള്ള കഴിവുണ്ട്, റീസണിങ് സ്കിൽസ് ഉണ്ട്, ലോജിക്കൽ സ്കിൽസ് ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഒരു സൗദി അറേബ്യ പോലെ ഒരു കൺട്രി അതിന് സിറ്റിസൺഷിപ്പ് വരെ സിറ്റിസൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തത്. അത് ചെറിയ കാര്യമല്ല, ചരിത്രത്തിലെ ഒരു പ്രധാന ഒരു വിഷയമാണ് അല്ലേ? ഫസ്റ്റ് ടൈം ഒരു റോബോട്ട് ഒരു കൺട്രിയുടെ സിറ്റിസൺ ആയിട്ട് മാറുന്നത് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. യന്ത്രങ്ങൾക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട, മെഷീൻസിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ജനറലൈസ്ഡ് ലേണിംഗ്. ജനറലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ റോബോട്ടിനെ വികസിപ്പിച്ചെടുക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അതൊരു ലാബ് അറ്റ്മോസ്ഫിയറിലായിരിക്കും വികസിപ്പിച്ചെടുക്കുന്നത് അല്ലേ? ലാബിന്റെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ പ്രഷർ, അവിടുത്തെ ലൈറ്റ്, അവിടുത്തെ എൻവിറോൺമെന്റ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതൊരു കൺട്രോൾഡ് എൻവിറോൺമെന്റിലാണ് നമ്മൾ റോബോട്ടിനെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഒരു റോബോട്ടിനെ നടക്കാൻ നിങ്ങൾ പഠിപ്പിക്കുന്നു, അത് നിങ്ങൾ ലാബിലാണ് പഠിപ്പിക്കുന്നത്. റിയൽ വേൾഡിൽ അത് ഇറങ്ങി നടക്കുമ്പോൾ അവിടെയുള്ള എൻവിറോൺമെന്റ്, അവിടെയുള്ള ലൈറ്റ് കണ്ടീഷൻസ് എല്ലാം വേരി ചെയ്യും അല്ലേ? വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ പുതിയ എൻവിറോൺമെന്റിൽ, ആ പുതിയ സാഹചര്യത്തോട് ഇഴുകിച്ചേരാനുള്ള യന്ത്രത്തിന്റെ കഴിവാണ് ജനറലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് ലേണിംഗ് ആണ് യന്ത്രങ്ങൾക്ക് വേണ്ട, റോബോട്ടുകൾക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. അതുപോലെ തന്നെ ഇനിയൊരു സ്കില്ലാണ് റീസണിങ് എബിലിറ്റി. ഇത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നിങ്ങളൊരു മെഷീൻ റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തെന്ന് വെക്കും. നിങ്ങളൊരു ആ റോബോട്ടിനെ ഇതുപോലൊരു ജംഗ്ഷനിൽ കൊണ്ടുപോയി നിർത്തി. ഇവിടെ 2 റോഡ്സ് ആണുള്ളത് അല്ലേ? നിങ്ങൾക്ക് 2 റോഡ്സ് കാണാൻ സാധിക്കും. ഇതിൽ ഒരു റോഡ്, ഈ ചിത്രത്തിൽ 2 ടാറിട്ട റോഡുകളാണ്. ഇതിൽ ഒരു റോഡ് ടാറിടാതെ വളരെ കല്ലും മുള്ളും നിറഞ്ഞ ഒരു റോഡാണെന്ന് വിചാരിക്കുക. ഈ റോഡ് വളരെ സ്മൂത്ത് ആണ്. 2 റോഡ്സും അൾട്ടിമേറ്റ്ലി എത്തുന്നത് ഒരു ഡെസ്റ്റിനേഷനിലാണ്, ഒരു സ്ഥലത്താണ്. പക്ഷെ 2 വഴികളാണ്. ഇതിൽ നിങ്ങളുടെ റോബോട്ട് കറക്റ്റായിട്ട് ഏതാണ് നല്ല റോഡെന്ന് തിരഞ്ഞെടുത്ത് അതിലൂടെ നടന്നു പോകാനുള്ള റോബോട്ടിന്റെ ഒരു കഴിവ്, അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം റീസണിങ് എബിലിറ്റി. അതായത് റിയൽ വേൾഡ് സർക്കംസ്റ്റൻസിനോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ്, അതാണ് റീസണിങ് എബിലിറ്റി. അടുത്ത സ്കിൽ, റോബോട്ടുകൾക്ക് വേണ്ട അടുത്ത സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റോബോട്ടിനെ ഒരു അരുവി, ഒരു ചെറിയ റിവർ എൻ്റെ അടുത്ത് കൊണ്ടു നിർത്തി എന്ന് വിചാരിക്കും. ആ റോബോട്ടിന് ആ റിവർ ക്രോസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ആ അരുവി ക്രോസ് ചെയ്ത് പോകണം. യൂഷ്വലി നമ്മൾ അരുവിയിൽ ഈ മരത്തടി വെച്ച് ഒരു ബ്രിഡ്ജ് വെച്ചിട്ട് അല്ലേ, ഒരു പാലം ഉണ്ടാവും അല്ലേ, നമ്മൾ നാട്ടുപുറത്തൊക്കെ കാണാം. അതിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇപ്പോൾ അതുപോലെ ഒരു മരത്തടി അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, അവിടെ നിലത്തുണ്ട്. അത് യൂസ് ചെയ്ത് ഇത് കടക്കാൻ പറ്റും എന്ന് യന്ത്രത്തിന് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റിയാൽ ആ സ്കില്ല്, ഇതുപോലുള്ള സർക്കംസ്റ്റൻസിൽ റിയാക്ട് ചെയ്യുന്ന സ്കില്ലിനാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ഇനി AI ബേസ് ചെയ്തിട്ടുള്ള നിറയെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഇത് നമ്മളുടെ സ്മാർട്ട് ഫോൺസ്, റൈറ്റ്? സ്മാർട്ട് ഫോൺസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ, സിരി, ഇതെല്ലാം AI-യുടെ ആപ്ലിക്കേഷൻസ് ആണ്. വളരെയധികം പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ടെസ്ല, ഇലോൺ മസ്കിന്റെ ടെസ്ല എന്ന കമ്പനി സ്വയം ഡ്രൈവ് ചെയ്യുന്ന സെൽഫ് ഡ്രൈവിംഗ് കാർസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നിറയെ രാജ്യങ്ങളിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസിനെ കൊണ്ടുവന്നു. ആ സെൽഫ് ഡ്രൈവിംഗ് കാർസിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആ സെൽഫ് ഡ്രൈവിംഗ് കാർസിന് ആ സ്കില്ല് കൊടുക്കുന്നത്, സെൽഫ് ഡ്രൈവ് ചെയ്യാനുള്ള സ്കില്ല് കൊടുക്കുന്നത്.
പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറിയ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഇതെല്ലാം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇതിലെല്ലാം എഐയുടെ അപ്ലിക്കേഷൻസ് കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫേസ്ബുക്ക് എടുത്താൽ നിങ്ങളുടെ ഫ്രണ്ട് സജഷൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ നിങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ഫേസ്ബുക്ക് അതിൻ്റെ ഇമേജ് റെക്കഗ്നിഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ആ പേഴ്സന്റെ നെയിം എന്താണ് എന്ന് സജസ്റ്റ് ചെയ്യും അല്ലെ, ടാഗിൽ സജഷൻസ് വരും നമുക്ക്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇമേജ് റെക്കഗ്നിഷൻ എന്ന ഫീച്ചറാണ്. അതായത് ഒരു ചിത്രം കണ്ടാൽ ആ വ്യക്തിയെ തിരിച്ചറിയാനുള്ള കഴിവ്. അത് എങ്ങനെ അതിന് കിട്ടുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ മുന്നേ ഇതിനു മുമ്പ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നാണ് ആ വ്യക്തിയുടെ മുഖം അത് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഫേസ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 3 തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ VKI അഥവാ നാരോ ഇന്റലിജൻസ്. VKI അഥവാ നാരോ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു AI ആണ്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ അലക്സ, വോയിസ് റെക്കഗ്നീഷൻ, ഐഫോണിലുള്ള വോയിസ് റെക്കഗ്നീഷൻ, ഓട്ടോ പൈലറ്റ് മോഡ് ഇൻ ടെസ്ല കാറുകളിൽ ഓട്ടോ പൈലറ്റ് മോഡ് ഉണ്ടല്ലേ, സെൽഫ് ഡ്രൈവിംഗ് മോഡ്. അത് ആ ടാസ്കിന് മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള AI ആണ്. അതിന് നമ്മൾ VKI അഥവാ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്ന് പറയും. അടുത്ത തരത്തിലുള്ള AI ആണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് AI. ഇത് എന്താണെന്ന് വെച്ചാൽ എന്ത് തരം ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടാസ്കും അക്കംപ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രം, അതായത് ഇന്റലിജന്റ് ആയിട്ട് അതിന് ബിഹേവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സോഫിയാനെ പറയാം, സോഫിയ ദ റോബോട്ടിനെ പറയാം. അതുപോലെ മൂന്നാമത്തെ ടൈപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവുകളെ ഓവർകം ചെയ്തിട്ട് റോബോട്ട്സിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ്. അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. അത് അച്ചീവ് ചെയ്താൽ AI വിൽ ബിക്കം ഫാർ മോർ സുപ്പീരിയർ ദാൻ ഹ്യൂമൻ ബീങ്സ് എന്നാണ് പറയുന്നത്. AI നമ്മളെക്കാൾ ഒരുപടി മുകളിലെത്തുന്നു. അതിനാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഇത് അച്ചീവ് ചെയ്യുന്നത് ഹ്യൂമൻ റേസിന് തന്നെ ഡേഞ്ചർ ആണ് എന്ന രീതിയിൽ നിറയെ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് വാർണിംഗ്സ് തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റീഫൻ ഹോക്കിൻസ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ഇതിനെ പറ്റിയിട്ട്. സ്റ്റീഫൻ ഹോക്കിങ്സ് ഇങ്ങനെ പറഞ്ഞു: സ്ട്രോങ് AI would take off on its own, redesign itself at an ever increasing rate. Humans who are limited by slow biological evolution can't compete and would supersede. എന്ന് വെച്ചാൽ സ്ട്രോങ് AI നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് എങ്ങനെയാണ് സ്കിൽസ് എല്ലാം അക്വയർ ചെയ്ത്, ഹ്യൂമൻ ബീങ്സിന് സ്കിൽസ് എല്ലാം എങ്ങനെയാണ് അക്വയർ ചെയ്ത്? എവല്യൂഷൻ വഴിയാണ് അല്ലേ. എവല്യൂഷൻ എത്ര സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ് ആണെന്ന് നമുക്കറിയാം. വർഷങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ കുരങ്ങിൽ നിന്നും മനുഷ്യനായിട്ട് ഡാർവിൻ തിയറി വെച്ചിട്ട് നമ്മൾ പരിണാമം സംഭവിച്ചത് അല്ലേ. പരിണാമം സംഭവിക്കാൻ വർഷങ്ങൾ എടുത്തു. അതുപോലെ നമ്മൾക്ക് ബുദ്ധി വികാസത്തിന് നിറയെ വർഷങ്ങൾ എടുത്തു. അതുപോലെ നമുക്ക് നിറയെ വർഷങ്ങൾ എടുക്കുന്നു. പക്ഷേ ഈ സ്ട്രോങ് AI നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അതൊരു സൂപ്പർ കമ്പ്യൂട്ടറായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ആ സൂപ്പർ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. ആ ഇന്റർനെറ്റിൽ നിന്ന് അത് വളരെയധികം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അത്രയും സ്കില്ലുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് പഠിച്ച് അത് ഒരു നമ്മൾ ഗ്രോ ചെയ്ത റേറ്റിനേക്കാൾ ഫാർ മോർ സുപ്പീരിയർ റേറ്റിൽ അത് ഗ്രോ ചെയ്യും. അത് ഗ്രോ ചെയ്തിട്ട് ഹ്യൂമൻസിനെ അത് കവച്ചു വെക്കുന്നു, ഇല്ല സൂപ്പർ സീഡ് ചെയ്യുന്നു എന്നാണ് സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞത്. വളരെ ആശങ്കാജനകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഇലോൺ മസ്ക് പറഞ്ഞു നോക്കൂ, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് വുഡ് കം ബൈ 2040. 2040 ഈ പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിങ്സ് നമുക്ക് വാർണിംഗ് തന്ന തരത്തിലുള്ള സൂപ്പർ ഇന്റലിജൻസ് നമ്മളുടെ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ടെസ്ല കമ്പനിയുടെ ഓണറായ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചില ആപ്ലിക്കേഷൻസ് കാണാം. AI യൂസ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്തിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് മൈൽ സ്റ്റോൺ കൈൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സ്പോട്ടിംഗ് എ സോളാർ സിസ്റ്റം 8500 ലൈറ്റ് ഇയേഴ്സ് അവേ. 8500 പ്രകാശവർഷങ്ങൾക്ക് അകലെയുള്ള സൗരയൂഥത്തിനെ ഒരു AI കണ്ടുപിടിച്ചിരിക്കുന്നു, ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് വൺ ഓഫ് ദ അച്ചീവ്മെന്റ്. ഇത് ഹ്യൂമൻസ് അച്ചീവ് ചെയ്യാൻ ഹ്യൂമൻസിന് എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. AI അത് ഫാർ മോർ ഫാസ്റ്റർ റേറ്റിൽ അച്ചീവ് ചെയ്തു എന്ന് പറയാം.
കമ്പോസിങ് പോയംസ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഹ്യൂമൻ ബീങ്സിന് മാത്രം കഴിയും എന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിരുന്ന ചില കാര്യങ്ങൾ AI വളരെ അനായാസമായി ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് കമ്പോസിങ് പോയംസ്. അതിന് സ്വന്തം കവിതകൾ എഴുതാൻ പറ്റും. അതുപോലുള്ള AIs ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻഷുറൻസ് ക്ലെയിംസ് നമ്മളെല്ലാവരും ഡീൽ ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ. ഇപ്പോൾ വണ്ടി റിലേറ്റഡ്, വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം കമ്പനിയിൽ ക്ലെയിം ഫയൽ ചെയ്യുന്നു. ആ ക്ലെയിം ക്രോസ് ചെക്ക് ചെയ്യാൻ അവരുടെ ഏജൻസ് ക്രോസ് ചെക്ക് ചെയ്യുന്നു, കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് അത് ആ ക്ലെയിം പ്രോസസ് ചെയ്ത് കിട്ടാൻ അത്രയും സമയം എടുക്കും അല്ലേ. പക്ഷേ AI ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ചെയ്തിട്ടുണ്ട് US-ൽ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതൽ പറയാം. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഇൻഷുറൻസ് ക്ലെയിംസ് പ്രോസസ് ചെയ്യാൻ AI-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് പെർഫോമിംഗ് സർജറീസ്. ഇതിന് റോബോട്ട് സർജൻസ് എന്നാണ് പറയുന്നത്. സർജൻസിന്റെ കൂടെ തന്നെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് സർജറീസിന് വളരെയധികം ആക്യുറസിയോടെ സർജറീസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന റോബോട്ടുകൾ ഇന്നുണ്ട്. ഇതുപോലുള്ള സർജറികൾ വിദേശ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്, ഇന്ത്യയിലും അത് നടന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ സർജൻ അവിടെ ആ ലൊക്കേഷനിൽ ഉണ്ടാവണമെന്നില്ല. സർജന് ആ റോബോട്ടിന് നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി. അതായത് റോബോട്ട് ആ സർജറി ചെയ്തോളൂ, സർജൻ ഒരു വേറെ കൺട്രിയിൽ ഇരുന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കാവുന്നതാണ്. ഇത് നോക്കൂ, ഈ പിക്ചർ ആരുടെ ഒരു വ്യക്തിയുടെ ഫോട്ടോ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലേ? പക്ഷെ അല്ല, അതാണ് AI-യുടെ പ്രത്യേക കഴിവ്. ഇത് AI ഇമാജിൻ ചെയ്തുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് AI ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പേഴ്സന്റെ ഇമേജ് ജനറേറ്റ് ചെയ്യും. ആ പേഴ്സൺ ഈ ഭൂമിയിൽ ഇല്ലാത്ത പേഴ്സൺ ആണ്. അതായത് ഇത് ജനറേറ്റ് ചെയ്ത സിസ്റ്റത്തിന്റെ പേര്, അത് യൂസ് ചെയ്യുന്ന ടെക്നോളജി GAN എന്നാണ്, ജനറേറ്റീവ് അഡ്വേഴ്സീവ് നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ ന്യൂറോൺസ് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾക്ക് ന്യൂറോൺസ് വെച്ചിട്ട് നമുക്ക് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ടെക്നിക്കാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ജനറേറ്റീവ് അഡ്വേഴ്സീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്തത് 2019 ഡിസംബറിലാണ്. NVIDIA ഗ്രാഫിക്സ്, നിങ്ങൾ നിറയെ കേട്ടിരിക്കും ഈ കമ്പനീനെ പറ്റിയിട്ട്. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഗ്രാഫിക്സ് കാർഡ് എല്ലാം ഉണ്ടെങ്കിൽ NVIDIA ഗ്രാഫിക്സ്, ആ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ആണ് StyleGAN 2. ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഇമേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ AI-ക്ക് നിറയെ ഹ്യൂമൻ ഇമേജസ് ഇൻപുട്ടായിട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ലേൺ ചെയ്തിട്ട് ഇത് സ്വയം ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് ആണ് നിങ്ങൾ ഈ കാണുന്ന ഇമേജ്. ഇനി നിങ്ങൾ ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇമേജ് വരും. ആ ഇമേജിൽ തിരിച്ച് നിങ്ങൾ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയുടെ ഇമേജ് ജനറേറ്റ് ആവും. അങ്ങനെ ഓരോരോ തവണ നിങ്ങൾ റിഫ്രഷ് ചെയ്യുമ്പോഴും വേറൊരു ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നോക്കൂ, ഇത് വേറൊരു ഇമേജ് ആണ്. StyleGAN 2 ജനറേറ്റ് ചെയ്ത വേറൊരു ഇമേജ് ആണ്. ഈ വ്യക്തിയും ഈ ഭൂമിയിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അത് ഇമാജിൻ ചെയ്തതാണ്. കാൽപ്പനികമായിട്ടുള്ള വ്യക്തികളാണ്. ഇത് നോക്കൂ, ഇതെല്ലാം GAN ഇമാജിൻ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഈ JP മോർഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കമ്പനി, അതിന്റെ കോൺട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചേസ് കോൺട്രാക്ട് ഇന്റലിജൻസ്, കോയിൻ എന്നാണ് അവർ വിളിക്കുന്ന പേര്, അത് യൂസ് ചെയ്തിട്ട് ലീഗൽ ഡോക്യുമെന്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. AI-യുടെ ഇമേജ് റെക്കഗ്നിഷൻ എന്നുള്ള സ്കീം യൂസ് ചെയ്തിട്ട് മാനുവലി 12,000 ഡോക്യുമെന്റ്സ് 36,000 മണിക്കൂർ എടുക്കും ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അനലൈസ് ചെയ്ത് തീർക്കാൻ. അതായത് ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അത് അനലൈസ് ചെയ്ത് തീർക്കാൻ, ഫുൾ വായിച്ച് തീർക്കാൻ 12,000 ഡോക്യുമെന്റ്സ് വായിക്കും. 36,000 മണിക്കൂറാണ് അവർ എക്സ്പെരിമെന്റിൽ നോക്കിയപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എടുക്കുന്നത്. പക്ഷേ ഈ AI യൂസ് ചെയ്തപ്പോൾ അതൊരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതൊരു ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെന്റ് ആണല്ലേ. ഇനി നോക്കൂ, IBM വാട്സൺ എന്നൊരു റോബോട്ട് നിറയെ 20 മില്യൺ ഓൺകോളജി റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ റെറ്റിന സ്കാൻസ് ആണ്. ആ റെക്കോർഡ്സ് നോക്കിയിട്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിട്ടുള്ള ലുക്കീമിയ, ഒരു റെയർ ടൈപ്പ് ഓഫ് ലുക്കീമിയ
ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലുക്കീമിയ. അത് ഡിറ്റക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് IBM വാട്സൺ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് 2015. പിന്നെ അത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ഡയഗ്നോസിസിലും ഗൂഗിളിന്റെ AI എഡ്ജ് ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI ഉണ്ട്. എഡ്ജ് ഡോക്ക് അത് സ്കാൻ ചെയ്തിട്ട് ഇമേജസ് സ്കാൻ ചെയ്തിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി അതിന് കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും മെഡിക്കൽ ഫീൽഡിലുള്ള വൺ ഓഫ് ദ അച്ചീവ്മെന്റ് ആണ്. ഫേസ്ബുക്കിന്റെ റെക്കഗ്നീഷൻ ടാഗ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫേസ്ബുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നത്, നിങ്ങളുടെ അപ്ലോഡഡ് ഇമേജിൽ നിന്ന് ഫേസ്ബുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇനിയൊരു എക്സാമ്പിൾ ആണ്. ട്വിറ്ററിന്റെ എക്സാമ്പിൾ നമുക്കറിയാം അല്ലെ. ട്വിറ്ററിൽ നിറയെ ഹെയ്റ്റ് സ്പീച്ചസ്, നിറയെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് എല്ലാം ഇതുപോലുള്ള സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്താൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അവർക്ക് വേണമെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കാം, ഇല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണമായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ വർഗീയ ധ്രുവീകരണം രക്ഷപ്പെട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി കോൺസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് യൂസ് ചെയ്ത് ട്വീറ്റ് ചെയ്തിട്ട് ഒരു വർഗീയ കലാപം വരെ സൃഷ്ടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻ ട്വിറ്റർ അവർക്ക് ട്വീറ്റ് ചെയ്യാം അല്ലേ. ട്വിറ്റർ അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് 3 lakh ടെററിസ്റ്റ് അക്കൗണ്ട്സിന് ബാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ, ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ. ഇതിൽ 95% പ്രസിഷൻ ഉണ്ട്. പ്രസിഷൻ എന്ന് പറഞ്ഞാൽ 95% അക്യുറസി ഉണ്ട്, 5% അതിന് പറ്റിയ മിസ്റ്റേക്ക് ആണ്, അത് ടെററിസ്റ്റ് അല്ല എന്നുള്ളത്. അതുപോലുള്ള അക്കൗണ്ടുകൾ അവർ ക്രോസ് വെരിഫിക്കേഷൻ വരുമ്പോൾ അവർ തിരിച്ച് എനേബിൾ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ട്വിറ്റർ ഹെയ്റ്റ് സ്പീച്ചിനെ ബാൻ ചെയ്തിട്ടുള്ളത്. ഇതും അനദർ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓഫ് AI വി കൻ സേ. നമ്മൾ സംസാരിച്ച പോലെ വെർച്വൽ അസിസ്റ്റൻസ് ലൈക്ക് ഗൂഗിൾ അസിസ്റ്റന്റ്, സിരി, കോർട്ടാന, അലക്സ, എവറിത്തിങ് ഇസ് യൂട്ടിലൈസിങ് AI, റൈറ്റ്? ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. വെൻ വിൽ AI ടേക്ക് ഓവർ ദ വേൾഡ്? What do you think? What do you guys think? You can comment in the comment section. What's your opinion? എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് AI നമ്മളുടെ വേൾഡ് ടേക്ക് ഓവർ ചെയ്യും എന്ന് നിങ്ങൾ കരുതുന്നത്? Thank you for watching. Do subscribe, like and share Catalyst Dude. If you are interested in this content, you will have a lot of videos coming up. Thank you so much. Signing off, Catalyst Dude.